ഒരു സാധാരണ ലഞ്ച് ബോക്സിന് ഒരാളുടെ ദിവസങ്ങളെ മാറ്റിയെഴുതാൻ കഴിയുമോ? കഴിയുമെങ്കിൽ എങ്ങനെയാണത്? എന്തുകൊണ്ടാണത്? എസ് അജയ്കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ കണ്ടീഷനിങ്. രാത്രി ഏറെ വൈകിയിരുന്നു. കത്തി നിന്ന പകൽ ബാക്കിവെച്ച ശക്തമായ ചൂട് അപ്പോഴും അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. വാടക വീടിൻ്റെ മട്ടുപ്പാവിൽ പുസ്തകം വായിച്ചിരുന്ന ഞാൻ വായന അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തീയിലേക്ക് വെള്ളം പതിച്ച പോലെ മഴ പൊട്ടി. നിമിഷങ്ങൾ കൊണ്ട് മുറിയാകെ തണുപ്പ് നിറഞ്ഞു. ഉന്മേഷം തോന്നി. മഴ ആദ്യമായി കാണുന്നതുപോലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ഇടിമിന്നൽ ഇടയ്ക്ക് പ്രകാശം വിതറി. റോഡും പരിസരവും ഈർപ്പത്താൽ തിളങ്ങി. പ്രധാന റോഡ് ശൂന്യമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ അങ്ങേയറ്റത്ത് ആരോ പ്രത്യക്ഷപ്പെട്ടു. കുട പിടിച്ച് ധൃതിയിൽ നടന്നു വരികയാണ്. ശ്രദ്ധിക്കുമ്പോൾ ജോർജാണ്. ജോർജ് റോഡിലേക്ക് ഇറങ്ങിയാൽ എങ്ങോട്ടാണെന്ന് തെരുവിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ആ നേരത്ത് സാധാരണ വിഷയത്തിൽ ജോർജ് പുറത്തിറങ്ങിയാൽ അത് പാത്രക്കടയിലേക്കാവും. വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ ഡോക്ടർ ശിവകുമാറിൻ്റെ വീട്ടിലേക്കാവും. അത് ഒറ്റ നോട്ടത്തിൽ അറിയാം. അപ്പോൾ വേഷം അതീവ ശ്രദ്ധയോടെയാവും. വിദേശ നിർമ്മിത സുഗന്ധം പരിസരമാകെ നിറയും. നഗരത്തിൽ നിന്ന് 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ തെരുവിലേക്ക്. പക്ഷേ അവിടെയെല്ലാം പഴയ മട്ടിലാണ്. ഒഴിഞ്ഞ കോണിൽ വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ തോമസ് അവിടം സജസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ്. 2 വർഷം. അതിനിടെ 100 തവണയെങ്കിലും ജോർജിനെ കണ്ടിട്ടുണ്ട്. ധൃതി പിടിച്ച് പാത്രങ്ങൾ വിൽക്കുന്ന കട ലക്ഷ്യമാക്കി നടക്കുന്ന ജോർജ്. അതൊരു പതിവ് കാഴ്ചയാണ്. കുറച്ച് പുറത്തേക്ക് തള്ളിയ ചുവന്ന കണ്ണുകൾ, തുടുത്തു ചീർത്ത മുഖം, തിരക്കിട്ട് നടക്കുമ്പോൾ പിന്നോട്ട് കിതയ്ക്കുന്ന തടിച്ച ശരീരം. ഒറ്റനോട്ടത്തിൽ എന്തോ ഒരു അസാധാരണത. ആള് ശ്രദ്ധിച്ചോ? അതാണ് നമ്മുടെ ജോർജേട്ടൻ. അവിടെ വന്നിടയ്ക്ക് ആളെ കാട്ടിത്തന്നുകൊണ്ട് തോമസ് പറഞ്ഞു. പാത്രക്കടയിലേക്കാ ഓട്ടം. ഈ നട്ടുച്ചയ്ക്ക്. പാത്രക്കടയോ? അതെ, ആൾക്ക് പാത്രം വാങ്ങാൻ. പണ്ടൊക്കെ സ്കൂൾ കുട്ടികൾ ലഞ്ച് കൊണ്ടുപോയിരുന്ന ഒരിനം തൂക്കുപാത്രങ്ങൾ. ചിലപ്പോൾ ഒരേ ദിവസം തന്നെ 5-8 തവണ പോയെന്നിരിക്കും. എന്തിനാണ് അത്രയും പാത്രങ്ങൾ? ദൈവത്തിനറിയാം. സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഗൾഫിലേക്ക് പോയ ജോർജ്. വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളും ബന്ധുക്കളുടെ ചുറ്റുപാടുകളും നേരെയായി വന്നപ്പോൾ ജോർജിന്റെ കാര്യങ്ങൾ വൈകി. ബന്ധുക്കൾ മുന്നോട്ട് വെച്ച ഉത്തരവാദിത്തങ്ങളുടെ പുതിയ കെണികളിൽ പെടാതെ ജോർജ് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി. ജോർജിനെ പോലെ തന്നെ സാഹചര്യങ്ങളുടെ മാത്രം സമ്മർദ്ദത്താൽ ഗൾഫിൽ നഴ്സിന്റെ ജോലി ചെയ്ത മേഴ്സി. ഗൾഫിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ജോർജിന്റെ മേഴ്സിയുടെ മോഹം പൂവണിഞ്ഞത് ആ തെരുവിലാണ്. അവിടെ സ്വന്തമായി വീട് വാങ്ങിയ ഏക താമസക്കാർ. ചുറ്റുമുള്ള വാടക വീടുകളുടെ ഉടമ താമസിച്ചിരുന്ന വീടാണ് അവർ വിലയ്ക്ക് വാങ്ങിയത്. വാടകക്കാർക്കൊപ്പം അവിടെ ഏറെ നാൾ താമസിച്ചാൽ കർശനമായി വാടക പിരിച്ചെടുക്കാനുള്ള കഠിന ഹൃദയം തനിക്ക് നഷ്ടപ്പെടുമെന്ന് ഭയന്നാണ് ഉടമ നഗരഹൃദയത്തിലേക്ക് ഒളിച്ചോടിയതെന്ന് ആളുകൾ തമാശ പറഞ്ഞു. ജോർജിന്റെ മകൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന കാലത്താണ് ജോർജിന് പാത്രങ്ങളോടുള്ള ഭ്രമം തോന്നി തുടങ്ങിയത്. കോളേജ് ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയ ആദ്യ ആഴ്ച തന്നെ മകൻ വീട്ടിലേക്ക് ഒരു കത്തയച്ചു. റാഗിംഗ് കാരണം ഹോസ്റ്റലിൽ കഴിയാൻ ബുദ്ധിമുട്ടാണെന്നും പ്രശ്നം കൂടുതൽ രൂക്ഷമായാൽ വീട്ടിലേക്ക് മടങ്ങാമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. അന്ന് പ്രായത്തിന്റെ 50കളിലായിരുന്ന ജോർജ് മകന്റെ കത്ത് വായിച്ച ദിവസം മുതൽ വീടിനുള്ളിലാകെ എന്തോ തിരഞ്ഞു നടക്കാൻ തുടങ്ങി. മുറികൾ, അലമാരകൾ, മേശകൾ, പെട്ടികൾ എല്ലാം ജോർജ് അരിച്ചുപെറുക്കി. കണ്ടുനിന്ന മേഴ്സിയെ ഭയപ്പെടുത്തിയ നിശബ്ദവും ചടുലവുമായ ആ തിരച്ചിലിന്റെ തുടർച്ച പോലെ ജോർജ് നന്നേ വെളുപ്പിന് വളരെ ധൃതിപ്പെട്ട് റോഡിലേക്കിറങ്ങി. ഏതോ ഉൾവിളിയാൽ പ്രേരിതനായ പോലെ നഗരത്തിലേക്ക് പോയ ജോർജ് കുറേ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ശാന്തനായി കാണപ്പെട്ടു. അയാളുടെ കയ്യിൽ അപ്പോഴൊരു തൂക്കുപാത്രം കാണാമായിരുന്നു. ഏതോ ദിവ്യവസ്തുവിനെ പോലെ പിടിച്ച ആ തൂക്കുപാത്രവുമായി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ ജോർജ് തന്റെ കിടപ്പുമുറിയിലേക്ക് പോയി. താമസിയാതെ അയാൾ സുഖനിദ്രയിലേക്ക് പ്രവേശിച്ചു. മകന് അപകടമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് താൻ തൂക്കുപാത്രം വാങ്ങിയതെന്നും അതിലൂടെ തനിക്ക് മനസമാധാനം കിട്ടിയെന്നും അടുപ്പമുള്ളവരോടൊക്കെ ജോർജ് പറഞ്ഞു. ഒരു തൂക്കുപാത്രം എങ്ങനെയാണ് ഒരാളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക? ഒരു പാത്രത്തിന് എങ്ങനെയാണ് മനസമാധാനം കൊണ്ടുവരാൻ കഴിയുക? അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. മകന്റെ കത്തു കിട്ടിയ ശേഷം ജോർജും മേഴ്സിയും മിക്ക ദിവസങ്ങളിലും ഹോസ്റ്റലിലേക്ക് വിളിച്ച് മകനുമായി സംസാരിച്ചു. പ്രശ്നങ്ങൾ രൂക്ഷമായതായി അവൻ പറഞ്ഞില്ല. എങ്കിലും വീട്ടിലേക്ക് വരാൻ അവർ അവനെ നിർബന്ധിച്ചു. പക്ഷേ ആരെയോ ഭയപ്പെടും പോലെ അവൻ ഹോസ്റ്റലിൽ തന്നെ തുടർന്നു. 6 മാസങ്ങൾക്കു ശേഷം അവനെ കാണാനില്ലെന്ന ഫോൺ കോൾ അവരെ തേടിയെത്തി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് അവൻ കൊല്ലപ്പെട്ട വിവരം ഹോസ്റ്റൽ വാർഡൻ വിളിച്ചറിയിച്ചു. തുടർന്നാണ് തൂക്കുപാത്രം വാങ്ങാനായി ജോർജ് ഭ്രാന്തമായി ഓടുന്നത് ആളുകൾ കണ്ടത്. ദിവസങ്ങൾക്കു ശേഷം ജോർജ് നഗരത്തിലെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 6 മാസത്തെ ചികിത്സ കഴിഞ്ഞാണ് ജോർജ് വീട്ടിലേക്ക് മടങ്ങിയത്.
അതിനുശേഷം തൂക്കുപാത്രം വാങ്ങുന്നത് ഏതാണ്ടൊരു ശീലം പോലെ ജോർജ് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴും മകൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണെന്ന മട്ടിലാണ് ജോർജ് പെരുമാറിയത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജോർജ് അങ്ങനെ തന്നെ വിശ്വസിച്ചു. മാത്രമല്ല, അവന് അപകടമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ജോർജ് പാത്രങ്ങൾ വാങ്ങിക്കൂട്ടി. ചിലപ്പോൾ പാത്രം വാങ്ങാനായി അക്ഷരാർത്ഥത്തിൽ തന്നെ ജോർജ് ഓടുന്നതാണ് ആളുകൾ കണ്ടത്. കൂടുതൽ മരുന്ന് കൊടുത്ത് ജോർജിനെ തുടർച്ചയായി മയക്കി കിടത്തുന്നതിനോട് മേഴ്സിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വളരെ കുറച്ചു മരുന്നുകൾ കൊണ്ടുതന്നെ ക്രമേണ ജോർജ് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുമെന്ന് നഴ്സ് കൂടിയായ മേഴ്സി വിശ്വസിച്ചു. വീണ്ടും മാസങ്ങൾ കടന്നപ്പോൾ ജോർജിൻ്റെ ഓട്ടം ഏതാണ്ട് മാറി. പകരം കുറച്ച് ധൃതിപ്പെട്ടുള്ള നടത്തം മാത്രമായി. തൂക്കുപാത്രം തേടിയിറങ്ങുന്നത് കുറഞ്ഞു. രാത്രി ഏറെ വൈകി മാത്രം വാങ്ങാനിറങ്ങുന്നത് അപൂർവമായി. പക്ഷേ അന്ന് അർദ്ധരാത്രിയിലെ ആ പെരുമഴയിലേക്ക് ജോർജ് ഇറങ്ങി നടന്നത് തൂക്കുപാത്രം വാങ്ങാൻ വേണ്ടി തന്നെയായിരുന്നു. സിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന കടകളുണ്ട്. ജോർജിന് ആവശ്യമായ പാത്രങ്ങൾ നിറയെ തൂക്കിയിട്ട കടകൾ. പെരുമഴയിലൂടെ അവിടെ എത്താൻ 20 മിനിറ്റെങ്കിലും നടക്കണം. പിറ്റേന്ന് രാവിലെ തെരുവിലെ മിക്ക ആളുകളും അങ്ങോട്ട് ഓടി. പ്രധാന റോഡിൻ്റെ ഒരറ്റം ചേർന്ന് അപ്പോഴും തുടരുന്ന മഴയിൽ ജോർജിൻ്റെ ശരീരം വിറങ്ങലിച്ചു കിടന്നു. ഇടിച്ച വാഹനം നിർത്താതെ ഓടിച്ചുപോയെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. കമഴ്ന്നു കിടന്ന ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നില്ല. ജോർജ് വലത് കൈയിൽ മുറുകെ പിടിച്ച് തൂക്കുപാത്രത്തിൻ്റെ തെറിച്ചുപോയ മൂടി ചെളി നിറഞ്ഞു കിടന്നു. പഴയ റിസ്റ്റ് വാച്ചിൻ്റെ ചില്ല് തകർന്നിരുന്നു. കുറച്ചകലെ നനഞ്ഞു കുതിർന്ന് കിടന്ന പേഴ്സിനരികെ ചില നാണയങ്ങൾ. പോലീസ് എത്തി അവരുടെ ജോലി തുടങ്ങാൻ സമയമെടുത്തു. ആർക്കും തിടുക്കമുണ്ടായിരുന്നില്ല. മേഴ്സി അവിടെ എത്തിച്ചേരുമ്പോഴേക്കും പോലീസ് അവരുടെ ജോലി പൂർത്തിയാക്കി. 2 ദിവസം മുൻപ് സ്വന്തം നാട്ടിലേക്ക് പോയതായിരുന്നു മേഴ്സി. എല്ലാ വർഷവും ഉത്സവത്തിന് അവർ രണ്ടാളും ഒരുമിച്ചാണ് നാട്ടിലേക്ക് പോവുക. എന്തുകൊണ്ടോ ആ വർഷം ജോർജ് താല്പര്യം കാട്ടിയില്ല. മുമ്പൊരിക്കൽ ഞാൻ തോമസിനൊപ്പം ജോർജിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. വിശാലമായ ആ വീട്ടിൽ അലമാരകൾ നിറയെ ജോർജ് വാങ്ങിക്കൂട്ടിയ തൂക്കുപാത്രങ്ങളായിരുന്നു. എങ്ങനെയാണ് ആ പാത്രങ്ങൾ ജോർജിൻ്റെ മനസ്സിലേക്ക് സമാധാനം കൊണ്ടുവന്നത്? ഞാൻ ജോർജിനോട് തന്നെ ചോദിച്ചു, ചെറിയ സങ്കോചത്തോടെ. ഓർക്കാപ്പുറത്തുള്ള എൻ്റെ ചോദ്യം കേട്ട് തോമസ് നേരിയ ആശങ്കയോടെ ആദ്യം എൻ്റെ നേരെയും പിന്നെ ജോർജിന് നേരെയും നോക്കി. എല്ലാം കേട്ടുകൊണ്ട് ചായയുമായി എത്തിയ മേഴ്സി വിഷയം മാറ്റാൻ ശ്രമിച്ചു. വിറയൽ ബാധിച്ച പോലെ അനിയന്ത്രിതമായി ചലനം കൊണ്ട കാലുകളോടെ ജോർജ് നിലത്തേക്ക് നോക്കിയിരുന്നു. ചില നിമിഷങ്ങൾ. പിന്നെ പതിയെ എഴുന്നേറ്റ് ഒന്നും പറയാതെ അകത്തേക്ക് നടന്നു. എനിക്ക് തന്നെയും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് അടുത്ത കാലത്താണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മേഴ്സി പറഞ്ഞു, എന്തോ ആവശ്യത്തിന് ഞാൻ പഴയൊരു പെട്ടി തുറന്നപ്പോഴാണ് ആ പാത്രം കിട്ടിയത്. വളരെ പഴയൊരു തൂക്കുപാത്രം. ഞാനത് വൃത്തിയാക്കി ജോർജിൻ്റെ അലമാരയിലെ പാത്രങ്ങൾക്കൊപ്പം വെച്ചു. പെട്ടെന്ന് കണ്ടപ്പോൾ ജോർജ് അതെടുത്ത് തിരിച്ചും മറിച്ചു നോക്കി നിന്നു. പിന്നെ അതുമായി ഈ ചാരുകസേരയിൽ വന്നിരുന്നു. ലൈറ്റ് ഓണാക്കാതെ ഇരുട്ടത്തങ്ങനെ. രാത്രി ഒരുപാടാകും വരെ. ഉറങ്ങുന്നതിന് മുമ്പുള്ള മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ കണ്ടു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ ഒന്നും ചോദിച്ചില്ല. കിടക്ക ഒരുക്കാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ട് വന്നു. പിന്നെ ഒരുപാട് സംസാരിച്ചു. ജോർജ് സ്കൂൾ കുട്ടിയായിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രമായിരുന്നു അത്. കൃത്യമായി പറഞ്ഞാൽ 3ാം ക്ലാസ് മുതൽ 10 വരെ. പട്ടാളത്തിലെ ജോലി മതിയാക്കി വന്ന ജോർജിൻ്റെ അച്ഛൻ അവരുടെ ദിവസങ്ങളുടെ ഭാഗമായി തുടങ്ങിയ കാലത്തിൻ്റെ ഓർമ്മ കൂടിയാണത്. മേഴ്സി സംസാരം തുടരുന്നതിനിടെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ജോർജ് കടന്നു വന്നു. മേഴ്സി പറഞ്ഞതൊക്കെ അയാൾ കേട്ടെന്ന് വ്യക്തം. അയാളുടെ സ്വകാര്യ ജീവിതം പരിശോധിച്ചിരുന്നത് കൊണ്ടുള്ള ജാള്യതയോടെ നോക്കുമ്പോൾ ആ മുഖത്ത് ശാന്തതയാണ് കണ്ടത്. ആ പാത്രവുമായി സ്കൂളിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നിയ വികാരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച അന്ന് എനിക്കില്ലായിരുന്നു. ഞങ്ങൾ കൗതുകത്തോടെ ജോർജ് പറയുന്ന ശ്രദ്ധിച്ചു. അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന പുത്തൻ സുരക്ഷിത ബോധത്തിൻ്റെ ഒരു ചിഹ്നമായിരുന്നു ആ പാത്രം. മനസമാധാനം, സാന്ത്വനം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന എന്തൊക്കെയോ അതിലുണ്ടായിരുന്നു. അതൊരു വികാരമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അച്ഛനും അമ്മയും വഴക്കിടാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ആ പാത്രത്തിൽ ഭക്ഷണം തന്നുവിടുക. വഴക്കടിക്കുന്ന ദിവസങ്ങളിൽ കൂടുതലും അതായിരുന്നു. അമ്മ കട്ടിലിൽ കരഞ്ഞു കിടക്കും. പുറത്തേക്ക് പോകുന്ന അച്ഛൻ മടങ്ങിയെത്താൻ ഒരുപാട് വൈകും. അങ്ങനെ സമാധാനത്തിൻ്റെ ദിവസങ്ങളിൽ മാത്രം വീണു കിട്ടുന്ന ഒന്നായി ആ പാത്രം മാറി. അതുമായി സ്കൂളിലേക്ക് നടക്കുമ്പോൾ മനസ്സിലേക്ക് സുഖകരമായ ഒരു തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അതോർക്കുമ്പോൾ ഇപ്പോഴും. ജോർജിൻ്റെ വാക്കുകൾ അത്ഭുതപ്പെടുത്തി. അത്രയും ഉൾക്കാഴ്ചയുള്ള ഒരാൾക്ക് സ്വയം നിയന്ത്രിക്കാനാവാതെ വരിക വിചിത്രം തന്നെയാണ്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും പഴയ ഓർമ്മയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന എന്നെ മനസ്സിലാക്കാൻ പ്രയാസം തോന്നാം. എൻ്റെ മനസ്സ് വായിച്ചതുപോലെ ജോർജ് പറഞ്ഞു. പക്ഷേ വസ്തുതകളേക്കാൾ നമ്മളെ നിയന്ത്രിക്കുന്നത് വികാരങ്ങളാണ്. അതൊരു തരം പിടിച്ചെടുക്കലാണ്.
ആവർത്തിക്കുമ്പോൾ അനുഷ്ഠാനമായി മാറുന്ന ഒരുതരം കണ്ടീഷനിങ്. ഒടുവിൽ ബാക്കിയാവുന്ന ഫോട്ടോഗ്രാഫിക് ഓർമ്മയുടെ വിശദാംശങ്ങൾ. കയ്യിൽ മുറുകെ പിടിച്ച പാത്രവുമായി റോഡിൽ മഴ നനഞ്ഞു കിടക്കുന്ന ജോർജ്. ആ കാഴ്ച പാത്രം വാങ്ങാനായി നഗരത്തിലേക്ക് ഓടുന്ന ജോർജിലേക്ക് വികസിക്കുന്നു. പിന്നെ പാത്രവുമായി സമാധാനത്തോടെ നടക്കുന്ന ജോർജ്. ഏറ്റവും ഒടുവിൽ പാത്രവുമായി നടക്കുന്ന സ്കൂൾ കുട്ടിയായ ജോർജ്. എല്ലാ ചിത്രങ്ങളുടെയും ആഴങ്ങളിൽ ഒരേ കാര്യമാണ്: അച്ഛൻ്റെ, സ്വപ്നാടകൻ്റെ, സ്കൂൾ കുട്ടിയുടെ നിശബ്ദമായ നിലവിളി.